Good afternoon all. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാബിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പോൾ ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം നൽകുന്ന ഒരു ബോർഡാണ് അല്ലെ. അപ്പൊ അത് പല കാര്യങ്ങളും ഫെസിലിറ്റീസും അങ്ങനെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളും ഫെസിലിറ്റീസും മറ്റും വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം നൽകുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനായിട്ടുള്ളത് അക്രഡിറ്റേഷൻ. എന്താണ് അംഗീകാരം? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അംഗീകാരം എന്താണെന്ന് നോക്കാം. Accreditation refers to public recognition. Underline ചെയ്യാം. Accreditation എന്ന് പറയുന്നത് പബ്ലിക് റെക്കഗ്നിഷൻ ആണ്, പൊതു അംഗീകാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അംഗീകാരം എന്ന് പറഞ്ഞാൽ പൊതു അംഗീകാരത്തെ സൂചിപ്പിക്കുന്നു. For a hospital to be accredited, it is done through an independent external evaluation of that organization's level of performance in connection with the standard. Accreditation is non-compulsory. It is an ongoing or continuous process. അല്ലെ, നമുക്കറിയാം അംഗീകാരം നൽകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓൺഗോയിങ് പ്രോസസ് ആണ്. നമ്മൾ ആദ്യം ഫസ്റ്റില് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചില്ലേ, ഓൺഗോയിങ് ആയിട്ട് ഫെസിലിറ്റീസുകളും മറ്റും അവരെ കുറെ ഇംപ്രൂവ്മെന്റ്സുകളും കാര്യങ്ങളും കൊണ്ടുവരികയാണ് അല്ലെ. എങ്കിലേ നമുക്ക് അംഗീകാരം കൃത്യമായിട്ട് ലഭിക്കുള്ളൂ. വെറുതെ ഒരു പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമല്ല അംഗീകാരം നൽകുന്നത്, മറിച്ച് അതിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കി വിലയിരുത്തിക്കൊണ്ടാണ് ഒരു ഹോസ്പിറ്റലിന് നമ്മൾ ലാബ് അംഗീകാരം നൽകുന്നത് അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് അക്രഡിറ്റേഷൻ, അതായത് അംഗീകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊതു അംഗീകാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം, ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ അതുമായിട്ട് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രകടന നിലവാരം, അതായത് നമ്മൾ പറഞ്ഞില്ലേ ഓരോന്നിന്റെയും കണക്ഷൻ വിത്ത് സ്റ്റാൻഡേർഡ്, അവരുടെ പെർഫോമൻസ്, സ്റ്റാഫുകളുടെയും അതെന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട് അടുത്ത പോയിന്റ്സിൽ. മീൻസ് വിലയിരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒട്ടനവധിയായിട്ടുള്ള ഫീച്ചേഴ്സുകൾ ആ ഒരു പ്രകടന നിലവാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിന്റെ വിലയിരുത്തലിലൂടെയാണ് അംഗീകാരം നൽകുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. അംഗീകാരം എന്ന് പറഞ്ഞാല് കുറച്ച് പെർഫോമൻസ്, ആ ഹോസ്പിറ്റലിന്റെ വിലയിരുത്തൽ, പ്രകടനങ്ങൾ അല്ലെ. ഇപ്പോ ഫെസിലിറ്റികൾ പറയാം, അല്ലെങ്കിൽ കൂടുതൽ സ്റ്റാഫുകളുടെ എണ്ണം, ഡോക്ടേഴ്സ്, തന്നെ എക്യുപ്മെന്റ്സ്, അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള പെർഫോമൻസുകൾ വിലയിരുത്തിക്കൊണ്ടാണ് ആ ഹോസ്പിറ്റലിന് അംഗീകാരം നൽകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. ഇങ്ങനെ അംഗീകാരം നൽകുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ, ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ്? അപ്പൊ അതില് നമ്മൾ ബെനിഫിറ്റ്സുകൾ തന്നെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ്, പേഷ്യൻസിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ദെൻ ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷൻ എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ ഉണ്ട്? ദെൻ സ്റ്റാഫിനുള്ള ബെനിഫിറ്റ്സുകൾ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, പേഷ്യൻസിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബെനിഫിറ്റ്സുകൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഓക്കെ, പോയിന്റ് ആയിട്ട് തന്നിരിക്കുകയല്ലേ. അപ്പോ അത് മനസ്സിലാക്കി പഠിക്കാം. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിച്ചു വെക്കാം. ഓക്കെ, അത് സിമ്പിൾ ആണ്. നമുക്ക് ഓരോ പോയിന്റ് വായിക്കുമ്പോൾ അത് ആരെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് നമുക്കത് മനസ്സിലാകും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നോക്കാം, ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന്, ഒരു പേഷ്യന്റ് എന്ന നിലയ്ക്ക് ഇങ്ങനെയുള്ള അംഗീകാരം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി അല്ലെ. ഏറ്റവും വലിയൊരു ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ആരാണ്? പേഷ്യൻസ് ആണ്. എന്തുകൊണ്ടാണ്? നല്ല ഫെസിലിറ്റികളും കാര്യങ്ങളും ഡോക്ടേഴ്സിനെയും ബാക്കി എല്ലാ ഫെസിലിറ്റികളും ലഭിക്കുന്നത് ആർക്കാണ്? പേഷ്യൻസിന് ലഭിക്കുന്നു. സോ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് പേഷ്യന്റ് ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. അക്രഡിറ്റേഷൻ കോസസ് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി അല്ലെ. ഉയർന്ന നിലവാരമുള്ള ഹൈ ക്വാളിറ്റി കെയർ, ഉയർന്ന നിലവാരമുള്ള ഒരു പരിചരണവും അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സേഫ്റ്റി, പേഷ്യന്റിന്റെ സുരക്ഷയ്ക്കും കാരണമാകുന്നത് അക്രഡിറ്റേഷൻ അല്ലെ. അതായത് പേഷ്യൻസിന് കുറച്ചുകൂടി സേഫ് ആവും, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലായിട്ടുള്ള പരിചരണം ലഭിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ലഭിക്കുന്നത്? അങ്ങനെ പരിചരണം കൊടുത്താൽ മാത്രമേ അവർക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുകയുള്ളൂ അല്ലെ. സോ പേഷ്യൻസിന് അങ്ങനെ നല്ലൊരു സുരക്ഷയും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, അവർക്ക് പേഷ്യൻസിന് ക്വാളിറ്റി ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി, ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ പരിചരണം, കെയറുകൾ ലഭിക്കുന്നു. മൂന്നാമതായിട്ട് പറയുന്നത്
The patients are serviced by credentialed medical staff. എന്താ credentialed എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാവും ടേം credential. Credentialed means qualified, യോഗ്യതയുള്ള. Qualified എന്ന് നമുക്കറിയാലോ, എഴുതി വെക്കുക, qualified അല്ലെങ്കിൽ യോഗ്യതയുള്ള. നമുക്കറിയില്ലാത്ത വാക്കുകളാണെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യാം, ഒരു മലയാളത്തിലോ നിങ്ങൾക്ക് ഏതിലാണോ മനസ്സിലാകുന്നത് ആ ഒരു രീതിയിൽ ഒന്ന് എഴുതി വെക്കാം. Credentialed means qualified or യോഗ്യതയുള്ള. The patients are serviced by credentialed medical staff. അല്ലെ, യോഗ്യതയുള്ള മെഡിക്കൽ സ്റ്റാഫുകളിൽ നിന്നും സേവനം ലഭിക്കുന്നു. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ഉള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും അവരെ ഹോസ്പിറ്റലിൽ നിയമിക്കുന്നത്. സോ പേഷ്യൻസിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരിൽ നിന്നും നല്ലൊരു കെയർ ലഭിക്കുന്നു. അപ്പൊ നമ്മളും സാറ്റിസ്ഫൈഡ് അല്ലേ? ആണോ? ഇപ്പൊ എക്സാമ്പിൾ പറയണെങ്കിൽ നമ്മളെ ലബോറട്ടറിയിലൊക്കെ ചെല്ലുമ്പോഴേ ഈ ട്രെയിനിങ് സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും ലാബിലൊക്കെ ഇല്ലേ? അപ്പൊ നമുക്ക് ചെറിയൊരു പേടി, സ്വാഭാവികമായിട്ടും ചെറിയൊരു പേടിയൊക്കെ വരാം ഇല്ലേ? അവർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ അറിയില്ലേ, അല്ലെങ്കിൽ നീഡിൽ കുത്താൻ അറിയോ എന്നൊക്കെ നമ്മളുടെ ഉള്ളിൽ ചെറിയൊരു പേടിയൊക്കെ വരാറുണ്ട് ഇല്ലേ? കോമൺ ആയിട്ട് എല്ലാവരുടെയും മനസ്സിലത് വരും ഇല്ലേ? വരാറുണ്ടോ? നിങ്ങൾക്ക് ആർക്കും പേടിയൊന്നും ഇല്ല അല്ലെ? ട്രെയിനീസ് ആണോ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ, ഇവർക്ക് കുത്താനൊക്കെ അറിയോ എന്നൊക്കെ നമുക്ക് മീൻസ് നോർമലി നമ്മളുടെ മനസ്സിലോട്ട് വരാവുന്ന ഒരു കാര്യമല്ലേ അത്? ആണോ? വരാറില്ലേ? റെസ്പോൺസ് ഒന്നും ഇല്ല. എല്ലാവരും ക്ലാസ്സിലില്ലേ? എല്ലാവരും ഉറക്കത്തിലാണോ? ഉറക്കത്തിലാണെന്നോ? ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്താണ്, ക്വാളിഫൈഡ് ആയിട്ടുള്ളവരിൽ നിന്നും സേവനം പേഷ്യൻസിന് ലഭിക്കുന്നു. ദെൻ അടുത്തത് നോക്കാം. റൈറ്റ്സ് ഓഫ് പേഷ്യൻസ് ആർ എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അല്ലെ, അതുപോലെ തന്നെ രോഗിയുടെ അവകാശങ്ങളെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. Patient satisfaction is frequently evaluated. രോഗിയുടെ സംതൃപ്തി പലപ്പോഴും അല്ലെ പല രീതിയിലുമായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് എപ്പോഴും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാ വിലയിരുത്തുന്നത്? ഫീഡ്ബാക്കുകൾ എടുക്കാം അല്ലെ, അതേപോലെ തന്നെ സർവേകളിലൂടെയും മറ്റും പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനെ വിലയിരുത്തുന്നു. ഇത്രയുമാണ് ബെനിഫിറ്റ്സിൽ പറയുന്നത്. പേഷ്യൻസിന് ഒരു അക്രഡിറ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ്സിൽ പറയുന്നത്. അത് വായിച്ചു നോക്കാം. 5 പോയിന്റ് ആണ്. മനസ്സിലാക്കി വായിക്കുക കേട്ടോ. അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നമ്മൾ വായിക്കുമ്പോഴേ അറിയില്ലാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സെന്റൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും വേർഡോ, ഇപ്പൊ ക്രെഡൻഷ്യൽഡ് എന്നുള്ള ഒരു ടേം അപ്പൊ നിങ്ങൾ ഫസ്റ്റിൽ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ എഴുതിയിട്ടോളൂ. then നിങ്ങൾ വായിക്കുമ്പോൾ അത് എളുപ്പമാകും. അല്ലെങ്കിൽ ഇത് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഇത് വായിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടില്ല. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. അപ്പൊ നമ്മൾ പേഷ്യൻസിനുള്ള ബെനിഫിറ്റ്സ് ആണ് കണ്ടത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഓർഗനൈസേഷനുള്ള ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അക്രഡിറ്റേഷൻ ടു എ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഇൻവിഗറിറ്റീസ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. എന്താ ഇൻവിഗറിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവിഗറിറ്റീസ് ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ എന്താ ഫലപ്രാപ്തിയാക്കുക, ദെൻ ഉത്തേജിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, കുറച്ചും കൂടി നല്ല കൂടുതൽ ബൂസ്റ്റിംഗ് ചെയ്യാന്നൊക്കെ പറയില്ലേ, ബൂസ്റ്റപ്പ് ചെയ്യാന്നൊക്കെ പറയും അല്ലെ, ആണ് ഇൻവിഗറിറ്റീസ്. അപ്പൊ തുടർച്ചയായിട്ടുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഇൻവിഗറിറ്റീസ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, തുടർച്ചയായിട്ടുള്ള ഒരു പുരോഗതിയെ, ഹെൽത്ത് കെയറിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു പുരോഗതിയെ ഉത്തേജിപ്പിക്കുന്നത്. അതായത് നമ്മൾ അക്രഡിറ്റേഷൻ വേണമെങ്കിൽ എന്ത് വേണം,
പുരോഗതികൾ കൊണ്ടുവരും അല്ലെ, കൂടുതൽ ഫെസിലിറ്റീസുകളും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. അതാണ് ആ ഒരു പോയിന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. Then second one, it lets the organization demonstrate commitment to quality care and patient safety, thereby guarantees best clinical outcomes. നോക്കാം, അതായത് ഗുണനിലവാരമുള്ള ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു എന്താണ് പരിചരണത്തിനും അതുപോലെ തന്നെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പരിചരണമാണല്ലോ പേഷ്യന്റിന് കൊടുക്കുന്നത്. സോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പരിചരണത്തിനും അതുപോലെ തന്നെ രോഗികളുടെ സുരക്ഷയും ഗ്യാരണ്ടി കൊടുക്കുന്നു. ബെസ്റ്റ് ക്ലിനിക്കൽ ഔട്ട്കംസ്, അതായത് നല്ല ട്രീറ്റ്മെന്റിന്റെ ഫലങ്ങൾ, അതായത് നല്ലൊരു ഡോക്ടറും അതുമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സും സേവനങ്ങളും ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നു ഹോസ്പിറ്റലിൽ അല്ലെ. അതായത് അങ്ങനെ കൊടുത്താൽ മാത്രമേ അവർക്ക് അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. നല്ലൊരു ഫെസിലിറ്റികളും അല്ലെങ്കിൽ പേഷ്യൻസിനോട് ഒരു കമ്മിറ്റ്മെന്റ്, ഒരു പ്രതിജ്ഞാബദ്ധത ആയിരിക്കണമെന്ന്, അത് പ്രകടിപ്പിക്കണമെന്ന്. അതായത് നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളും കൊടുത്താൽ മാത്രമേ അവർക്ക് അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. സോ ഈ അക്രഡിറ്റേഷൻ കൊണ്ട് പേഷ്യൻസിന് നല്ലൊരു ഗ്യാരണ്ടി ആണ് കൊടുക്കുന്നത് അല്ലെ. അതായത് മികച്ചൊരു പരിചരണത്തിനും അതുപോലെ തന്നെ നല്ലൊരു ക്ലിനിക്കൽ ഫലത്തിനുമുള്ളൊരു ഷുവർ ആയിട്ടുള്ള ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നു. Then മൂന്നാമത്തെ പോയിന്റ് നോക്കാം. It raises the community confidence in the service given by the healthcare organization as services provided by credentialed medical staff അല്ലെ. അതായത് ക്രെഡൻഷ്യൽഡ്, നമ്മൾ നേരത്തെ പറഞ്ഞു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ നൽകുന്ന സേവനങ്ങൾ എന്ന നിലയിൽ, അതായത് ഒരു ഹോസ്പിറ്റലുകൾ നൽകുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് അവിടെ സേവനം കൊടുക്കുന്നത്. സോ ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ സേവനങ്ങൾ നൽകുന്നു എന്ന നിലയിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നൽകുന്ന സേവനങ്ങളിൽ സമൂഹത്തിന് നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവുന്നു, ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നു. നമ്മൾ നേരത്തെ പറയില്ലേ, ട്രെയിനിങ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവില്ല, നമുക്ക് ഒരു പേടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ സ്റ്റാഫിന് അറിയാമോ, അവർക്ക് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാൻ അറിയുമോ എന്നൊക്കെ ഉള്ള ചിന്ത നമ്മളിൽ ഉണ്ടാകും. പക്ഷെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ നമുക്കൊരു സമൂഹത്തിന്, പബ്ലിക്കിന് ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നു അല്ലെ. എക്സ്പീരിയൻസ് ആയിട്ടുള്ള നേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സമാധാനം അല്ലേ, ആണോ? നമ്മള് ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോഴേ അത്യാവശ്യം ഒരു ഹെഡ് നേഴ്സിനോടല്ലേ നമ്മള് ചോദിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് മീൻസ് മൂന്നെണ്ണം പറയുന്നില്ലേ ബെനിഫിറ്റ്സ് പേഷ്യൻസിന് എന്തൊക്കെയാണ്, ഓർഗനൈസേഷന്, സ്റ്റാഫുകൾക്ക്. ഇത് മൂന്നും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾ പറയുന്നതിന് മുന്നായിട്ട് ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആണോ അല്ലെങ്കിൽ അത് പഠിക്കണമെന്നോട് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട, മനസ്സിലാക്കി പഠിച്ചാൽ മതി. നമ്മളത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. മനസ്സിലാക്കി വായിക്കുക. ഓരോ പോയിന്റ് ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറയുന്നില്ലേ, ഞാൻ ക്ലാസ് പറഞ്ഞു തരുന്നത് അതുപോലെ നിങ്ങൾ മനസ്സിലാക്കി വായിക്കുക. ഓക്കെ, നിങ്ങൾ വെറുതെ ഇങ്ങനെ അത് തന്നെ ഇങ്ങനെ വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. അത് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കിയത് സിമ്പിൾ ആയിട്ട് എടുക്കാനുള്ളൂ. ബാക്കി നമുക്ക് ഓപ്ഷൻ വരുന്നില്ലേ, നിങ്ങൾക്ക് സ്വയം എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനോ അങ്ങനെയൊന്നും ഇല്ലാലോ. ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ക്ലാസ് കേട്ട് അത്യാവശ്യം വീട്ടിലിരുന്ന് വായിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ടെൻഷൻ ഒന്നും ആവേണ്ട കേട്ടോ. നോക്കാം, നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിറ്റിയിൽ ഒരു ആത്മവിശ്വാസം കിട്ടും. ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസ് ആകുമ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ നമുക്കൊരു ആത്മവിശ്വാസം ലഭിക്കുന്നു. ഓക്കെ, 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ ഫസ്റ്റ് 3 പോയിന്റ് വായിക്കുക. ഈ പോയിന്റ്സുകളെ അതേപോലെ തന്നെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. കാരണം അതിൽ കൂടുതൽ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും അല്ലെ. ഉള്ള കാര്യങ്ങൾ നമുക്ക് അതുപോലെ അത് മീൻസ് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാം, ഇത്രയും മാത്രം ചെയ്യാം. ഓക്കെ, കൺസെപ്റ്റ് എന്താണോ അതിന്റെ ഉള്ളടക്കം, അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അപ്പൊ എന്താണ് ഞാൻ മാക്സിമം ഷോർട്ട് ആക്കിയിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇനി അതിൽ കൂടുതൽ ഞാൻ കണക്ട് ചെയ്തിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ടഫ് ആവും, ഡിഫിക്കൽട്ട് ആണ് അത്. ഓക്കെ, അപ്പൊ സെയിം ആ പോയിന്റ് തന്നെ ഞാൻ അതിന്റെ എക്സാക്ട് മീനിങ് ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇൻവെഗറ്റീവ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശക്തിപ്പെടുത്തുക എന്നൊക്കെ പറയില്ലേ, ഉത്തേജിപ്പിക്കുക, ബൂസ്റ്റപ്പ് ചെയ്യാന്നൊക്കെ പറയില്ലേ നമ്മള്, ആ ഒരു ടേം തന്നെയാണ് കേട്ടോ. ആദ്യത്തെ 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് 3 പോയിന്റ് വായിക്കാം. ഞാൻ പറഞ്ഞ ഒരു ചാപ്റ്റർ ചിലപ്പോൾ നമുക്ക് ആ എക്സാക്ട് അതുപോലെ തന്നെ വായിച്ച് പറയാനേ പറ്റുള്ളൂ. കാരണം ഇതിൽ കൂടുതൽ പറയാനൊന്നും ഇല്ല അതില്ല. ഓക്കെ, 3 പോയിന്റ് വായിക്കാം കേട്ടോ. ഫസ്റ്റ് 3 പോയിന്റ്.
ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്ത 3 പോയിന്റ് നോക്കാം. ക്രെഡൻഷ്യൽ മീൻസ് ക്വാളിഫൈഡ്. നമ്മൾ വായിച്ചു പോകുമ്പോ തന്നെ നിങ്ങൾ പരമാവധി എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഓരോ ഞാനിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും മലയാളത്തിൽ പറയുന്നുണ്ട്, അപ്പൊ അതുപോലെ തന്നെ എഴുതി വെക്കുക കേട്ടോ. നമുക്ക് ഡൗട്ട്സ് ഉള്ള കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ എഴുതി വെക്കുക. നിങ്ങളുടെ PDF ൽ നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ ഒന്ന് എഴുതി വെച്ചേക്കൂ. മലയാളത്തിലോ ഇംഗ്ലീഷിലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ എഴുതാം കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി to the healthcare unit to benchmark with the best. അല്ലെ, ബെഞ്ച്മാർക്ക് എന്ന് വെച്ചാൽ ഏറ്റവും മികച്ചൊരു നിലവാരം എന്നൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഹെൽത്ത് കെയർ യൂണിറ്റിന് മികച്ചൊരു നിലവാരം പുലർത്താനായിട്ട് ഒരു അവസരം നൽകുന്നു. അല്ലെ, അക്രഡിറ്റേഷൻ എന്ന് വെച്ചാൽ മികച്ചൊരു നിലവാരം, അതായത് കൂടുതൽ ഫെസിലിറ്റീസുകൾ മറ്റും കൊണ്ടുവരാനായിട്ടൊരു മികച്ച ഒരു അവസരമാണ് അവിടെ നൽകുന്നത്. Then an accreditation status also provides a marketing advantage in competitive healthcare. ഇതൊരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു ആരോഗ്യ സംരക്ഷണത്തിൽ ഒരു മാർക്കറ്റിംഗ് നേട്ടവും ഉണ്ടെന്ന്, ഒരു മാർക്കറ്റിംഗ് ആണെന്ന്. അതായത് മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് മാർക്കറ്റിംഗ് ആണ്. അതായത് ഇവിടെ ഫെസിലിറ്റീസുകളും കാര്യങ്ങളും വരുന്നതനുസരിച്ച് ആ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ എണ്ണം കൂടും, ഇല്ലേ? അങ്ങനെയാണോ മാർക്കറ്റിംഗ്? ഇപ്പോ ഒരു സ്കൂളിലാണെങ്കിൽ ഒരു കോളേജിൽ നമ്മൾ പറഞ്ഞു നാക്കിന്റെ അംഗീകാരമൊക്കെ ഉണ്ട് അല്ലെ, അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ സ്റ്റുഡൻസ് കൂടുതലായിരിക്കും, വരില്ലേ? നല്ല കോളേജാണ്, നമുക്ക് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കാം. അപ്പൊ എന്ത് പറ്റും? അവിടുത്തെ അഡ്മിഷൻ കൂടും. അതൊരു മാർക്കറ്റ് സ്ട്രാറ്റജി ആണെന്ന് പറയാം. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലും. ഇപ്പോ ഈ നാബിന്റെ അക്രഡിറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നല്ല ഫെസിലിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ മറ്റുള്ളവരെ ഇപ്പൊ പേഷ്യൻസിൽ ഒത്തിരി അവിടെ വരാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ ഒരു അംഗീകാരമുള്ള ഹോസ്പിറ്റലാണ്, അല്ലെങ്കിൽ ഇത്ര ഫെസിലിറ്റികൾ ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാ ടെക്നോളജി സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങോട്ട് പേഷ്യൻസിന്റെ എണ്ണം കൂടും. അതറിഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മുടെ മൾട്ടി ലെവൽ ഹോസ്പിറ്റലുകളൊക്കെ അങ്ങനെയല്ലേ? നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്? പൈസ കൂടും, അത് ശരിയാണ്, പൈസ കൂടുമല്ലോ. അതിപ്പോ നമ്മള് പ്രൈവറ്റ് ഹോസ്പിറ്റലില് പൈസ കൂടും, പൈസ ഇല്ലാന്ന് പ്രതീക്ഷിച്ച് നമുക്ക് ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുമോ? ഫെസിലിറ്റി കൂടുന്നതിനനുസരിച്ച് അതിന്റെ പേയ്മെന്റും കൂടും, അങ്ങനെയല്ലേ? ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് ഫ്രീ പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ് അല്ലെ. പക്ഷെ ഫെസിലിറ്റി കൂടുന്നതിനനുസരിച്ച് അവരത് ഈടാക്കുന്നുണ്ട്. അതാണ് മാർക്കറ്റ് സ്ട്രാറ്റജീസ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അവർക്ക് അതിലൂടെ വരുമാനം ലഭിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിന് ഫെസിലിറ്റി കൂട്ടി, അംഗീകാരം അവർക്ക് ലഭിച്ചു, പേഷ്യൻസിന്റെ എണ്ണം കൂടി, അപ്പോഴും എന്താണ്? ഫീസും കാര്യങ്ങളും കിട്ടിയോ? അപ്പൊ എന്താണ്? ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അല്ലേ അത്? അവരുടെ ഒരു തന്ത്രമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. അക്രഡിറ്റേഷൻ കൂടുമ്പോ പേഷ്യൻസിന്റെ എണ്ണം കൂടും. ഫ്രീ ട്രീറ്റ്മെന്റ്സ് ഒന്നും അല്ലാതെ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് ആണോ? ഏതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പനിയായിട്ട് പോലും ചെന്നിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3000 എങ്കിലും ആകും അല്ലേ? ടെസ്റ്റുകളോ മെഡിസിനും ഡോക്ടറെ കാണാനും എല്ലാം കൂടി ചേർത്തിട്ട്, ആണോ? പിന്നെ പറഞ്ഞ പോയിന്റ് ശരിയാണ്. മീൻസ് ചിലവുണ്ട്, പൈസ കൂടും. ഫെസിലിറ്റി കിട്ടുമ്പോ അതിനനുസരിച്ചിട്ട് എമൗണ്ട് കൂടും. ഓക്കെ, ഇതാണ് ഒരു മാർക്കറ്റ് സ്ട്രാറ്റജി ആണെന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ പോയിന്റ് ക്ലിയർ ആയോ? മാർക്കറ്റ് സ്ട്രാറ്റജി ഒരു മത്സരാധിഷ്ഠിതമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓരോ ഹോസ്പിറ്റലുകളും ഹൈ ലെവൽ കൂട്ടുന്നു, ഫെസിലിറ്റികൾ കൂട്ടുന്നു, അപ്പൊ അവിടെ പേഷ്യൻസിന്റെ എണ്ണം കിട്ടി. പേഷ്യൻസിന്റെ എണ്ണം കൂടുമ്പോ അവർക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റും കിട്ടി. ഓക്കെ, ക്ലിയർ ആയോ? കോളേജിലും അതെ, കോളേജിലും അത് തന്നെയാണ്. അക്രഡിറ്റേഷൻ ഉണ്ട്, ഓട്ടോണമസ് ആണ്, നാക്കിന്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവിടെ അഡ്മിഷൻ കൂടുന്നത് മെറിറ്റിലല്ലാതെ വരുന്ന മാനേജ്മെന്റ് സീറ്റിലും ഒത്തിരി സ്റ്റുഡൻസ് വന്ന് ചേരും അല്ലെ. അപ്പോഴും അവർക്കാണ് ലാഭം അല്ലെ. മാനേജ്മെന്റിൽ വരുമ്പോൾ അറിയാലോ, ഡൊണേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി ഫീസുകളും കാര്യങ്ങളും കോളേജിൽ കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇതൊരു മാർക്കറ്റ് സ്ട്രാറ്റജിയാണ്. ദെൻ അടുത്തത് നോക്കാം. The HCO standards having been certified by ISQA provides an international recognition which will also help encourage medical tourism. നോക്കാം അടുത്ത പോയിന്റ് കേട്ടോ. HCO എന്താ? HCO ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. എഴുതി വെച്ചോളൂ കേട്ടോ. അത് ഉണ്ട് അതിൽ, എങ്കിലും ഒന്ന് സൈഡിൽ എഴുതിക്കോളൂ, കുഴപ്പമില്ല. HCO ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അപ്പോ നോക്കാം. ദെൻ ISQA എന്നാണ് പറയുന്നത്. ISQA ഫുൾ ഫോം അറിയാമോ?
എഴുതി വെക്കാട്ടോ, എഴുതിയെടുത്തോളൂ ISQ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ, എഴുതിയാൽ മതി, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ quality in healthcare. Quality in healthcare. International Society for Quality in Healthcare. Okay, എഴുതിയോ? HCO Healthcare Organization കേട്ടോ. Then അപ്പൊ നമുക്ക് ഇനി ആ പോയിന്റ് വായിക്കാം. The HCO standards having been certified by ISQA provides an international recognition which will also help to encourage medical tourism. അപ്പോ ഈ ISQ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ, അതായത് ISQ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ലെവല്, കുറച്ചും കൂടി നല്ല ഉയർന്ന അന്താരാഷ്ട്ര നിലവാരം അല്ലെ, ഇന്റർനാഷണൽ ലെവലില് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകൾക്ക് അംഗീകാരം നൽകുന്നതാണ് ISQ. മനസ്സിലായോ? HCO എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുകൾ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകൾക്ക് ഇന്റർനാഷണൽ അംഗീകാരം നൽകുന്നതാണ് ISQ. ഓക്കെ, അന്താരാഷ്ട്ര നിലവാരം നൽകുന്ന ഒരു ബോർഡാണെന്ന് തന്നെ പറയാം ISQ. സോ അങ്ങനെ ISQ അങ്ങനെ അംഗീകാരം നമ്മൾ ഹെൽത്ത് കെയർ ഹോസ്പിറ്റലുകൾക്ക് നൽകുന്നു. സോ അങ്ങനെ ISQന്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ will also help to encourage medical tourism. അത് മെഡിക്കൽ ടൂറിസത്തെ എൻകറേജ് ചെയ്യുന്നു. എന്താ മെഡിക്കൽ ടൂറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? മെഡിക്കൽ ടൂറിസം മെഡിക്കൽ ടൂറിസം എന്ന് പറയുമ്പോൾ അതായത് നമ്മൾക്കറിയാം, ഇപ്പോ നമ്മളുടെ ഇവിടെ തന്നെ ഒട്ടനവധി ആയിട്ടുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ഫസ്റ്റ് വന്നായിട്ട് നമുക്ക് ആസ്റ്റർ മെഡിസിറ്റി അറിയാം ഇല്ലേ? ആസ്റ്റർ കേട്ടിട്ടുണ്ടോ? ആസ്റ്റർ ഹോസ്പിറ്റല് ആരും കേട്ടിട്ടില്ല? മീൻസ് വൺ ഓഫ് ദ മോസ്റ്റ് ടോപ്പ് ഹോസ്പിറ്റലാണ്. അത്യാവശ്യം എല്ലാ ട്രീറ്റ്മെന്റ്സും ഫെസിലിറ്റികളും അവിടെ ലഭ്യമാണ്. ഇപ്പൊ ആക്സിഡൻസ് കെയറിനും അങ്ങനെയുള്ള മീൻസ് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു ടോപ്പ് എന്ന് തന്നെ പറയാം ആസ്റ്റർ മെഡിസിറ്റി. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾക്ക് ഇന്റർനാഷണൽ ലെവലാണ് ആ ഹോസ്പിറ്റലുകൾ. അതായത് അത്രയും അവർക്ക് ഇന്റർനാഷണൽ ലെവലിലുള്ള ഫെസിലിറ്റികളും അംഗീകാരം ലഭിച്ചിട്ടുള്ള ഹോസ്പിറ്റലുകളാണ്. സോ ഇങ്ങനെ കൊല്ലത്തുണ്ട്, ഓക്കെ, നമ്മുടെ എറണാകുളത്തുണ്ട്, കൊല്ലത്ത് പല ഏരിയകളിലുണ്ട്. സോ അവർക്കൊക്കെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ഓൾറെഡി. സോ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിലോട്ടൊക്കെ ഫോറിനേഴ്സുകളൊക്കെ വരാറുണ്ട് ഇല്ലേ? ചെറിയ ഹോസ്പിറ്റലിലൊക്കെ, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ ഫോറിനേഴ്സ് വരാറുണ്ടോ? അങ്ങനെ മീൻസ് ഞാൻ അങ്ങനെ പറഞ്ഞ് ഉദ്ദേശിച്ചില്ല, എങ്കിലും അവര് കുറച്ചും കൂടി ഹൈ ഫെസിലിറ്റി ഒക്കെ ഉള്ള ഏരിയ ഒക്കെ നോക്കുകയുള്ളൂ അല്ലെ. ഇന്റർനാഷണൽ ലെവലിൽ ഹോസ്പിറ്റലൊക്കെ നോക്കിയിട്ടാണ് കുറെ ഫോറിനേഴ്സും മറ്റും അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നിന്നൊക്കെ ആളുകൾ പേഷ്യൻസ് വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് അവർ വരുന്നത്. അതാണ് മെഡിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. അതായത് ഇന്റർനാഷണൽ ലെവലൊക്കെ ആവുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫോറിനേഴ്സും പേഷ്യൻസ് ഒക്കെ വരാറുണ്ട് കേട്ടോ. എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ആസ്റ്റർ മെഡിസിറ്റി ഒക്കെ പോലത്തെ, ആസ്റ്റർ മാത്രമല്ല കേട്ടോ, അതുപോലെ തന്നെ ഒട്ടനവധി നിങ്ങളുടെ ഏരിയയിലൊക്കെ തന്നെ എന്തെങ്കിലും ഇതുപോലെ തന്നെ ഹൈ ലെവൽ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടാവും അല്ലെ. അത്യാവശ്യം എല്ലാ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ഫെസിലിറ്റികളൊക്കെ ഉള്ള ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടാവും. അപ്പോ ഏരിയയിലുണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആസ്റ്ററിന്റെ പേര് മാത്രം പറഞ്ഞുള്ളൂ. അങ്ങനെയുള്ള അതായത് ISQ ഇന്റർനാഷണൽ ലെവൽ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഹോസ്പിറ്റലുകളാകുമ്പോൾ അവിടേക്ക് ഇതുപോലെ തന്നെ ഫോറിനേഴ്സും മറ്റും ചികിത്സയ്ക്കൊക്കെ ട്രീറ്റ്മെന്റ്സിനൊക്കെ വേണ്ടി വരാറുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ ആയുർവേദത്തിന്റെ ട്രീറ്റ്മെന്റ്സ്, ആയുർവേദ ചികിത്സക്കില്ലേ, ഇപ്പോ കോട്ടക്കൽ ആര്യവൈദ്യശാല എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കോട്ടക്കല് അല്ലെങ്കിൽ വൈദ്യരത്നം, കോട്ടക്കൽ ശ്രീധരിയും എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഓക്കെ, എക്സാമ്പിൾ പറയാനായിട്ടാ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ അതായത് നമ്മുടെ എന്താ പറയാ ആയുർവേദ ട്രീറ്റ്മെന്റ്സ്, അതും ഇതുപോലെ അംഗീകാരമൊക്കെ ഉണ്ട് അവർക്ക്. ഇന്റർനാഷണൽ ലെവലിലുള്ളവരുണ്ട്, സാധാ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പേര് കേട്ട ഇതിലും ഇതുപോലെ ഫോറിനേഴ്സ് ഒക്കെ വരാറുണ്ട് ഈ ആയുർവേദ ട്രീറ്റ്മെന്റ്സിനൊക്കെ വേണ്ടി. ഫോറിനേഴ്സ് ഒക്കെ വരുന്നത് അവർ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ.
അപ്പൊ ഇതെല്ലാം നമുക്കൊരു അംഗീകാരം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മെഡിക്കൽ ടൂറിസത്തിനൊക്കെ അത് എൻകറേജ് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ ആ ഒരു പോയിന്റ് നമ്മൾ അവിടെ വരെ എത്തിയിട്ടോ പറഞ്ഞു. ദെൻ ലാസ്റ്റ് നോക്കാം. In the end accreditation provides an objective system of empowerment by insurance and other third parties. എംപാനൽമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? എംപാനൽമെന്റ് എന്ന് വെച്ചാലേ രജിസ്റ്റർ ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ്. അതായത് രജിസ്റ്റർ ചെയ്യുക എന്ന്. അതായത് എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മൾ ഈ അക്രഡിറ്റേഷൻ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ചെയ്യില്ലേ? അതായത് നമ്മള് ഇൻഷുറൻസ് ഒക്കെ ലഭിക്കാന്ന് പറയും. നിങ്ങളും ഏതെങ്കിലും ഒരു ഇൻഷുറൻസിലൊക്കെ അംഗമായിട്ടുള്ളവരായിരിക്കാം അല്ലെ? നമ്മുടെ വീട്ടിലെല്ലാവരും ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് ആയിക്കൊള്ളട്ടെ. ഒത്തിരി ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ? ഇപ്പൊ RSPY പറയാം, അതുപോലെ കാരുണ്യ പ്ലസോ അല്ലെങ്കിൽ സ്റ്റാർ ഹെൽത്ത്, അങ്ങനെ ഒത്തിരി ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇല്ലിപ്പോ ഉണ്ടോ? ഏതെങ്കിലും ഒരു ഇൻഷുറൻസിൽ നമ്മൾ അംഗമായിരിക്കുമല്ലോ. ആണോ? ഇൻഷുറൻസിലൊന്നും ആരും ഇല്ല. നമ്മളുടെ ചികിത്സക്കൊക്കെ ഏറ്റവും നമുക്കൊരു ബെനിഫിറ്റബിൾ ആണ് ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോഴും നമുക്ക് ഈ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആണ് ഇൻഷുറൻസ് അല്ലെ? സോ ഈ ഇൻഷുറൻസിനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇൻഷുറൻസ് കമ്പനികൾ തിരഞ്ഞെടുക്കാനായിട്ട് എലിജിബിൾ ആക്കാനായിട്ട് ഈ നമ്മുടെ അംഗീകാരം വേണമെന്ന്. അതായത് നമ്മളിപ്പോ നിങ്ങൾ ഇൻഷുറൻസ് പറഞ്ഞില്ലേ, ഇപ്പൊ കുറച്ച് പേർക്ക് ഇൻഷുറൻസ് ഉള്ളവരുണ്ടോ? ആരെങ്കിലും? ആരുമില്ല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരും ഉണ്ടാവില്ല അല്ലെ? ഇൻഷുറൻസ് ഉണ്ടോ ഓൾറെഡി ഉള്ളവര്? ഉണ്ട്. ഓക്കെ, സൂര്യ ഏത് ഇൻഷുറൻസ് ആണ് സൂര്യ ഉള്ളത്? മീൻസ് കാരുണ്യ പ്ലസ് അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ആണോ? പേരറിയാമോ ഇൻഷുറൻസ്? സ്റ്റാർ ഹെൽത്ത് ആണ്. ഓക്കെ, അപ്പൊ സൂര്യ സ്റ്റാർ ഹെൽത്ത് ആണെങ്കിൽ ഓക്കെ, ഈ സ്റ്റാർ ഹെൽത്തിന്റെ ഇൻഷുറൻസ് എല്ലാ ഹോസ്പിറ്റലും അലൗഡ് ആണോ? സൂര്യനോട് മാത്രമല്ല കേട്ടോ, എല്ലാവരോടും കൂടിയൊക്കെ ചോദിക്കുന്നതാണേ. നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവുമല്ലോ. ഈ ഇൻഷുറൻസ് കിട്ടുന്നത് അല്ലെങ്കിൽ ആ ക്ലെയിം എല്ലാ ഹോസ്പിറ്റലും അവൈലബിൾ ആയിരിക്കോ? ഒരു ലിസ്റ്റ് ഉണ്ടാകും അവര് പ്രൊവൈഡ് ചെയ്യുന്ന ആ കമ്പനി, ആ ഇൻഷുറൻസ് കമ്പനി ഇത്ര ഹോസ്പിറ്റലുകളിലാണ് അലൗഡ് ആയിട്ടുള്ളതെന്ന് അവര് സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ടാകും. ഇത്ര ഹോസ്പിറ്റലുകളുടെ എണ്ണം തന്നിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് അങ്ങനെ അത്രയും അവരൊരു സ്പെഷ്യലൈസ് ചെയ്തിട്ടിരിക്കുന്നത്? അതെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ? പേര് നോക്കിയിട്ടാണോ? അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിലുള്ള എല്ലാ ഹോസ്പിറ്റലും അതിൽ ഉൾപ്പെടുത്താമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഉൾപ്പെടുത്താത്തത്? ഇത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ചിലപ്പോ നമ്മളുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ഇത് അലൗഡ് ആയിരിക്കില്ല അല്ലേ? ആണോ? നമുക്ക് ഇൻഷുറൻസ് ഉണ്ടാവും, പക്ഷെ നമ്മളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചിലപ്പോ ആ ഇൻഷുറൻസ് അലൗഡ് ആയിരിക്കണമെന്നില്ല. എന്തുകൊണ്ടാണ്? അതാണ് ആ പോയിന്റിൽ പറയുന്നത്. നോക്കാം. ഇൻ ദ എൻഡ് അക്രഡിറ്റേഷൻ പ്രൊവൈഡ്, അതായത് ഇങ്ങനെയുള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലാണ്. ഓക്കെ, സമ്മതിച്ചു. എന്തുകൊണ്ടാണ് സ്പെഷ്യാലിറ്റി മാത്രമല്ല നമ്മൾ അവിടെ നോക്കുന്നത്? അംഗീകാരം, പിന്നെ അതിന്റെയൊക്കെ അംഗീകാരം ലഭിച്ചിട്ടുള്ള എലിജിബിൾ ആകാനുള്ള ഒരു ഇൻഷുറൻസ് കമ്പനികൾ എലിജിബിൾ ആക്കണമെങ്കിൽ ആ ഹോസ്പിറ്റലിന് അംഗീകാരം വേണം. അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ള ഹോസ്പിറ്റലുകൾക്ക് മാത്രമേ അവര് ഈ ഒരു ഇൻഷുറൻസിന് എലിജിബിൾ ആക്കുള്ളൂ. അപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് അങ്ങനെ ആക്കാത്തതെന്ന്? നമുക്ക് നമ്മളുടെ അറിയില്ല, ആദ്യം അറിയില്ലല്ലോ. അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുന്നില്ല നമ്മൾ ചിന്തിക്കുന്നത്. ആണോ? നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? നമ്മുടെ തൊട്ടരികത്തുള്ള ഹോസ്പിറ്റലിൽ ചിലപ്പോൾ നമുക്ക് ആ ഇൻഷുറൻസിന്റെ ഇത് ഉണ്ടാവില്ല. ലിസ്റ്റിൽ ചിലപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ പേരുണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ആ ഹോസ്പിറ്റലിന് അംഗീകാരമില്ല. അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ള ഹോസ്പിറ്റലുകൾ മാത്രമേ നമ്മളെ ഇൻഷുറൻസ് കമ്പനി എലിജിബിൾ ആക്കുള്ളൂ, ഇൻഷുറൻസിന് അലൗഡ് ആക്കുള്ളൂ. ഓക്കെ, ആ ഒരു കാര്യമാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. മീൻസ് ഫെസിലിറ്റികളും കാര്യങ്ങളൊക്കെ വേണം, എങ്കിലും അവിടെ ഇൻഷുറൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു ലിസ്റ്റ് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇത്ര ഹോസ്പിറ്റലുകൾക്കാണ് അംഗീകാരം ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ്സിന്റെ സൗജന്യമായിട്ട് ലഭിക്കുന്നത് ഒരു 10ഓ 12ഓ ഒരു ഹോസ്പിറ്റലുകളുടെ എണ്ണം ഓൾറെഡി അതിൽ ചേർത്തിട്ടുണ്ടാകും അല്ലെ? അപ്പൊ നമുക്ക് ആ ഹോസ്പിറ്റലിൽ പോയാൽ മാത്രമേ ഇൻഷുറൻസ് ഇത് കിട്ടുള്ളൂ. അല്ലാതെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റൽ ആ ലിസ്റ്റിൽ ഇല്ലാത്തൊരു ഹോസ്പിറ്റലിൽ പോയി ഈ ഇൻഷുറൻസിന്റെ കാർഡ് കൊണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് തരുമോ? അവര് കിട്ടോ? ട്രീറ്റ്മെന്റ്സിന് ലഭിക്കോ? ഇല്ല. എന്തുകൊണ്ടാണ്? അത് അംഗീകാരമുള്ള ഹോസ്പിറ്റലുകൾക്ക് മാത്രമേ അവർ ആ ഇൻഷുറൻസ് കമ്പനി എലിജിബിൾ ആക്കിയിട്ടുള്ളൂ. ഓക്കെ, ഇതൊരു പുതിയൊരു അറിവല്ലേ? ആണോ? നമ്മളുടെ ഇതിൽ എന്താണ്? അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തു എന്നല്ലേ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ആണോ? അങ്ങനെയല്ലേ ഇതുവരെ വിചാരിച്ചിരിക്കുന്നത്? കമ്പനിയുടെ ഇഷ്ടമുള്ള ഹോസ്പിറ്റലുകൾ തിരഞ്ഞെടുത്തു എന്നല്ലേ നമ്മളുടെ ഒരു അറിവ്.
ഓക്കെ, അപ്പൊ ഇതാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ള ഹോസ്പിറ്റലുകളെയാണ് ഇങ്ങനെയുള്ള ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ആ ഇൻഷുറൻസ് കമ്പനികൾ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ദെൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ബെനഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ, ബെനഫിറ്റുകൾ ഏതൊക്കെയാണെന്ന് വായിക്കുക, മനസ്സിലാക്കി വായിക്കുക കേട്ടോ. HCOയും ISQ റൗണ്ട് ചെയ്ത് വെച്ചേക്കാം, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. ഫുൾ ഫോം ചോദിക്കാറുണ്ടല്ലോ. പോയിന്റ്സുകൾ വായിക്കുമ്പോ മനസ്സിലാവുന്നില്ലേ? ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ പേഷ്യൻസിന്റെ ആണെങ്കിൽ അതിലെല്ലാം പേഷ്യന്റ് എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ ഓർഗനൈസേഷന്റെ ആകുമ്പോൾ നമുക്ക് ആ പോയിന്റ്സ് വായിച്ചാൽ ഒരു ഐഡിയ കിട്ടൂലേ ഇത് ആർക്കാണ് ബെനിഫിറ്റബിൾ ആകുന്നതാണ്. എന്തായാലും ഓപ്ഷൻ ഉണ്ടല്ലോ, തന്നെ സ്വയം എഴുതേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. അപ്പൊ ഓപ്ഷൻ കാണുമ്പോ അത്യാവശ്യം ഒരു വട്ടം വായിച്ചൊരു കുട്ടിക്കാണെങ്കിൽ അത് ആൻസർ ചെയ്യാൻ പറ്റും. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നൊന്നുമില്ല, മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ പോയിന്റ്സ്? ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. നെക്സ്റ്റ് നോക്കാം. ഇനി ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ്. ആ ഒരു സെക്ഷൻ സ്റ്റാഫ് കൂടി വരെയുണ്ട്. ഇനി സ്റ്റാഫുകൾക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന്. The staff in an accredited hospital is content a lost since it provides for continuous learning, good working environment and leadership. The staff in an accredited hospital is content. Content എന്ന് വെച്ചാൽ സാറ്റിസ്ഫൈഡ് ആണെന്ന്, സംതൃപ്തനാണെന്ന് അല്ലെ. അതായത് അംഗീകാരമുള്ള ഒരു ഹോസ്പിറ്റലിലെ ജീവനക്കാര്, അവരുടെ സ്റ്റാഫുകൾ അവർ സംതൃപ്തരാണെന്ന്. സിൻസ് കാരണം എന്താണ്? ഇറ്റ് പ്രൊവൈഡ് ഫോർ കണ്ടിന്യൂസ് ലേണിംഗ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലേണിംഗ് അല്ലെ, തുടർച്ചയായിട്ടുള്ള ഒരു പഠനം. അതുപോലെ തന്നെ ഗുഡ് വർക്കിംഗ് ലീഡർഷിപ്പ്. നല്ലൊരു എന്താ പറയാ, ഒരു ലീഡർഷിപ്പ് മീൻസ് അവർക്കൊരു നേതൃത്വങ്ങൾ അവരുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വങ്ങൾ അത് കൃത്യമായിട്ട് ഒരു ലീഡർഷിപ്പ് അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഓരോന്നിനും നമ്മൾ പറയാറില്ലേ, ഇപ്പൊ വാർഡിലാണെങ്കിൽ ഒരു ഇൻചാർജ് ഉണ്ടാകും, അങ്ങനെ ഓരോ സെക്ഷനിലും അവരെ മേൽനോട്ടം വഹിക്കുന്ന ഒരു നേതൃത്വം, ഒരു ലീഡർഷിപ്പ് ഉണ്ട് അല്ലെ. സോ ആ ഒരു നല്ലൊരു ലീഡർഷിപ്പും അതുപോലെ നല്ലൊരു ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്, അവരുടെ ആ ഒരു നല്ലൊരു അന്തരീക്ഷം, വർക്കിംഗ് എൻവയോൺമെന്റ് അല്ലെ. നമ്മൾ ഏതൊരു ഹോസ്പിറ്റലിൽ തന്നെ ആവണമെന്നില്ല, എവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നു അവിടെ നമുക്കൊരു വർക്കിംഗ് എൻവയോൺമെന്റ്, നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം ആണെങ്കിൽ നമ്മുടെ വർക്കിൽ അത് തീർച്ചയായിട്ടും കാണിക്കും അല്ലെ. ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിൻ ഒക്കെ ആണെങ്കിൽ നമ്മുടെ വർക്കിലും അതൊക്കെ വളരെയധികം അതിനെ എഫക്ട് ചെയ്യും. സോ സ്റ്റാഫുകൾ എപ്പോഴും സംതൃപ്തരായിരിക്കും. എന്തുകൊണ്ടാൽ അവര് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പഠനമുണ്ട്, നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ആണ് അവർക്ക് ലഭിക്കുന്നത്. അതുപോലെ നല്ലൊരു ലീഡർഷിപ്പ്, നല്ലൊരു നേതൃത്വം അവർക്ക് ലഭിക്കുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. Capabilities and skills of staff also get enhanced in accredited hospital. Capabilities അവരുടെ വൈദഗ്ധ്യങ്ങളും അതുപോലെ തന്നെ സ്കിൽസ്, സ്റ്റാഫുകളുടെ കഴിവുകളും
അതുപോലെ തന്നെ എന്താണ് വൈദഗ്ധ്യങ്ങളും വർദ്ധിക്കുന്നു. അതായത് അംഗീകാരമൊക്കെ കിട്ടുമ്പോൾ അവർ ക്വാളിഫൈഡ് ആണ് അല്ലെ. അപ്പൊ കുറച്ചുകൂടി അവരിലുള്ള കഴിവുകളൊക്കെ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് വൈദഗ്ധ്യങ്ങൾ മീൻസ് കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വർദ്ധിക്കാനും ഇടയാക്കുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് എൻഹാൻസസ് കോംപ്രഹെൻസീവ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിനെ എൻഹാൻസ് ചെയ്യുന്നു. Knowledge and skill in systematic ways with the defined ownership and accountability of all the staff that include medical and paramedical staff. പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് അറിയാമോ? നമ്മൾ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്നൊക്കെ പറയാറുണ്ട് എപ്പോഴും. എന്തൊക്കെയാണ്? ടെക്നീഷ്യന്മാർ ഉൾപ്പെടും അല്ലെ, ലബോറട്ടറിയിലുള്ളവര് ടെക്നീഷ്യന്മാര്, എക്സ്റേ തെറാപ്പിസ്റ്റുകള്, ഈ സൈക്കോളജിസ്റ്റുകൾ, കൗൺസിലിംഗും മറ്റൊക്കെ, അതുപോലെ തന്നെ ന്യൂട്രീഷ്യൻസ്, ഇവരൊക്കെ ഉൾപ്പെടുന്നതാണ് മെഡിക്കൽ പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ആവശ്യമുള്ളവർ സൈഡില് ബ്രാക്കറ്റിൽ ഒന്ന് എഴുതിയിട്ടോളൂ കേട്ടോ. അറിയാവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, അറിയില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ടെക്നീഷ്യൻസ്, തെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, ന്യൂട്രീഷ്യൻസ്. ഓക്കെ, അപ്പൊ ആ പോയിന്റിൽ പറയുന്നത് നോക്കാം. മെഡിക്കൽ സ്റ്റാഫുകളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പാരാമെഡിക്കൽ സ്റ്റാഫുകളും ഉൾപ്പെടുന്ന എല്ലാ സ്റ്റാഫുകളും അവർക്കൊരു ഉത്തരവാദിത്വം ഉപയോഗിച്ചിട്ട് ഒരു പ്രൊഫഷണല് അവരുടെ ഓരോരുത്തരുടെ ഓരോ പ്രൊഫഷൻ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ഡെവലപ്ഡ് ആക്കുന്നു, അത് വികസിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവരുടെ അറിവ് വർദ്ധിക്കുന്നു, നോളജ് വർദ്ധിക്കും, അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആകും. അവർ ഏത് ഏരിയയിലാണോ ആ ഒരു പ്രൊഫഷനിൽ അവർക്ക് കുറച്ചും കൂടി ഒരു ഡെവലപ്മെന്റ്സുകൾ വരുന്നു, അവരുടെ അറിവുകളും വർദ്ധിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാഫിന്റെ ബെനഫിറ്റ്സിൽ വരുന്നത്. 3 കാര്യങ്ങളാണ്. വായിച്ചു നോക്കാം. ഓരോ പോയിന്റ് മനസ്സിലാക്കിയിട്ട് വായിക്കണം കേട്ടോ. കോംപ്രഹെൻസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, കമ്പൽസറി എന്നൊക്കെ പറയില്ലേ, ഒരു കൃത്യമായിട്ടുള്ള ഏത് പോയിന്റിലായിരുന്നു കോംപ്രഹെൻസീവ്? ഇറ്റ് എൻഹാൻസ് കോംപ്രഹെൻസീവ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അല്ലെ. അതായത് അവർക്കൊരു കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞാൽ ഒരു നിർവചിക്കപ്പെട്ടാന്നൊക്കെ പറയില്ലേ, പ്രോപ്പർ മലയാളം നിർവചിക്കപ്പെട്ടാന്നാണ്. അതായത് അവരുടെ ആ പ്രൊഫഷനിൽ വികസിക്കുന്നു. മീൻസ് നമുക്കിപ്പോ ഒരു ടീച്ചർ ആണെങ്കിൽ ആ ടീച്ചർ ഒത്തിരി വർഷം എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ ആ ടീച്ചറിന്റെ പ്രൊഫഷൻ വർദ്ധിക്കുകയല്ലേ എവിടെ. മീൻസ് ടീച്ചർ തന്നെ ആവണമെന്നില്ല, ഏതൊരു ഫീൽഡിലായാലും ഇപ്പൊ നമ്മളുടെ എക്സ്പീരിയൻസ് മൂലം നമ്മളുടെ ആ ഒരു പ്രൊഫഷൻ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അക്രഡിറ്റേഷൻ ബോഡീസ്. ഏതെല്ലാമാണ് അക്രഡിറ്റേഷൻ ബോഡീസ് എന്ന്? ഇപ്പൊ നമ്മൾ നാബ് എക്സാമ്പിൾ ആണ് അല്ലെ. അതുപോലെ നാബിനെ പോലെ മറ്റേതെല്ലാമാണ് അക്രഡിറ്റേഷൻ ബോഡീസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. സെക്കൻഡ് വരുന്നത് നേബൽ, NABL. നേബൽ കേട്ടിട്ടുണ്ടോ? ഫുൾ ഫോം ഒന്ന് എഴുതി എടുക്കാട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ, ടൈപ്പ് ചെയ്യണോ സ്പെല്ലിങ്?
ടൈപ്പ് ചെയ്യണോ സ്പെല്ലിങ്? വേണ്ട, എഴുതിക്കോളല്ലോ. ഓക്കെ, ടൈപ്പ് ചെയ്ത് വരുമ്പോൾ അത്രയും ടൈം പോകും നിങ്ങളുടെ. നാഷണൽ അക്രഡിറ്റേഷൻ എഴുതാട്ടോ, പയ്യെ പറയാം, സ്ലോയിൽ പറയാനുള്ളൂ, എഴുതിയെടുക്കുക, തെറ്റാണ്ട് എഴുതാട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് ടെസ്റ്റിംഗ്, TESTING, ടെസ്റ്റിംഗ് ആൻഡ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ, CALIBRATION, calibration. Laboratories, laboratories. കമന്റ് വന്നിട്ടുണ്ട്, ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നോക്കി എഴുതാട്ടോ എഴുതാത്തവര്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ഓക്കെ, എന്നെഴുതിയാൽ. നെക്സ്റ്റ് വരുന്നത് ACHSI, ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. ഇത് ഓരോ അക്രഡിറ്റേഷൻ ബോർഡുകളാണ്, അംഗീകാരം നൽകുന്ന ബോർഡുകളാണ്. നാബിനെ പോലെ തന്നെയുള്ള മറ്റ് ബോർഡുകളാണ് പറയുന്നത്. Then JCI, Joint Commission International, Joint Commission International. ഇനി എന്താണ് JCI എന്ന് അവിടെ ഒന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം JCI എന്താണെന്ന് നോക്കാം. Joint Commission International works to enhance patient safety and quality of healthcare in international community by providing education, publication, advisory services and international accreditation and certification. അല്ലെ, അതായത് JCI എന്ന് പറഞ്ഞെങ്കിൽ സിമ്പിൾ ആയിട്ട് അതിന്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അതായത് പേഷ്യൻസിന്, നമ്മുടെ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് സേഫ്റ്റി ആയിട്ടും സുരക്ഷയ്ക്കും അതുപോലെ തന്നെ ക്വാളിറ്റി ഹെൽത്ത് കെയർ, ഗുണനിലവാരമുള്ള ഒരു പരിചരണവും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ലെവലിലാണ് നമ്മുടെ ഇന്റർനാഷണൽ ലെവലിൽ അവർക്കൊരു സുരക്ഷയും ദെൻ എന്താ അവരുടെ ഒരു ക്വാളിറ്റി ഗുണനിലവാരമുള്ള ഒരു കെയറും നൽകുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു അംഗീകൃതമായിട്ടുള്ളതാണ് ഈ JCI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് രോഗികളുടെ സുരക്ഷയും ആരോഗ്യ പരിപാലനത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക, അതാണ് ഈ JCI ചെയ്യുന്നത്. അത് ബൈ പ്രോമിസിങ് എന്തെല്ലാം ഇതിലൂടെ, എഡ്യൂക്കേഷനിലൂടെ, പബ്ലിക്കേഷൻസ്, അഡ്വൈസറി, സർവീസുകൾ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ. അപ്പോ ഇങ്ങനെ പേഷ്യൻസിന് സുരക്ഷയും അതുപോലെ തന്നെ അവർക്ക് ക്വാളിറ്റി ഗുണനിലവാരമുള്ള ഒരു കെയറും കൊടുക്കുക എന്നുള്ളതാണ് JCI പറയുന്നത്. Then JCI is the world's largest healthcare accreditor. വേൾഡിലെ ലാർജസ്റ്റ് ഹെൽത്ത് കെയർ അക്രഡിറ്റേറ്റർ ആണ് JCI എന്ന് പറയുന്നത്. ലാർജ് അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. വേൾഡ്സ് ലാർജസ്റ്റ്, ലോകത്തിലെ തന്നെ ഏറ്റവും ഒരു അക്രഡിറ്റർ ആയിട്ടുള്ള ഒരു ബോർഡാണ് JCI എന്ന് പറയുന്നത്. സിൻസ് 1994 അത് നിലവിൽ വന്നത്. Then JCI's Gold Seal of Approval has done so as a part of a constant performance improvement journey. അല്ലെ, അതായത് ഒരു ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ പരീക്ഷിച്ച്, അതായത് അത്രയും നല്ലൊരു പൊസിഷനെയാണ് ആ ഗോൾഡ് സീൽ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അത് പരീക്ഷിച്ചിട്ട് ഓരോ ഹോസ്പിറ്റലുകളിൽ നിരന്തരമായിട്ടുള്ള ഒരു പ്രകടനം, ഇംപ്രൂവ്മെന്റ്സ് ആണ് ചെയ്യുന്നത്. JCI എന്ന് പറഞ്ഞാൽ JCI അംഗീകാരം ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വേൾഡിലെ ടോപ്പ് ഫസ്റ്റ് ഹോസ്പിറ്റലുകളായിരിക്കും ഈ JCI അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അത്രയും ഹൈ ലെവലായിട്ടുള്ള പ്രകടനങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഓക്കെ, വേൾഡ്സ് ലാർജസ്റ്റ് ഹെൽത്ത് കെയർ അക്രഡിറ്റേറ്റർ ആണ് JCI എന്ന് പറയുന്നത്. ഓക്കെ, അക്രഡിറ്റേഷൻ ബോർഡുകൾ ഒന്ന് വായിച്ചു നോക്കിയേ. NAB, NABL, ACHSI, then JCI. JCI പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. വേൾഡ് ലാർജസ്റ്റ് ഹെൽത്ത് കെയർ അക്രഡിറ്റേറ്റർ ആണ്, അതുപോലെ തന്നെ പേഷ്യൻസിന് സേഫ്റ്റിയും ക്വാളിറ്റി ഓഫ് കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഇന്റർനാഷണൽ ലെവലിലുള്ള സർട്ടിഫിക്കേഷൻ നൽകുന്നു. ആ മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് കേട്ടോ. JCI ഫുൾ ഫോം ചോദിക്കും, JCI ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഫുൾ ഫോമുകൾ പഠിക്കണം. NAB, NABL, ACHSI പഠിച്ചിരിക്കണം. ഫുൾ ഫോമുകൾ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളെല്ലാ ചാപ്റ്ററിലും ഫുൾ ഫോമുകൾ ഇമ്പോർട്ടന്റ് അല്ലേ. ഇതൊക്കെ NABL ഒക്കെ എപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
നാബും നേബലും JCA ഒക്കെ പ്രീവിയസ്ലി നേബലൊക്കെ പ്രീവിയസ്ലി ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. നോക്കിയോ? ഫുൾ ഫോമുകൾ പഠിക്കണോട്ടോ, കൃത്യമായിട്ട് പഠിക്കാം. ഫുൾ ഫോമുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം നാബ്. ഇനിയാണ് നമ്മൾ നാബിലോട്ട് കിടക്കുന്നത്. അപ്പൊ ഇത്രയും നമ്മൾ നോക്കിയത് എങ്ങനെയാണ് നാബിന്റെ വിലയിരുത്തലും ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. അക്രഡിറ്റേഷൻ എന്താണ്, അതിന്റെ ബെനിഫിറ്റ്സുകൾ. ഇനിയാണ് നമ്മൾ നാബ് എന്ന് പറഞ്ഞ നാബ് എന്ന് പറഞ്ഞൊരു ബോഡിയിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. രമ്യാമിസിന്റെ ക്ലാസ്സിൽ നാബിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? മിസ് എന്തായാലും എടുത്തിട്ടുണ്ട് അല്ലെ? പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ കുറച്ചൊരു പഠിച്ചിട്ടൊക്കെ ഉണ്ടാകാം അല്ലെ? അപ്പോ അതിൽ നിങ്ങൾ പഠിച്ച കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും വരുന്നത്. അപ്പോ കുറച്ച് പോയിന്റ്സുകളും ഫേഷ്യൽ മീൻസ് കീ പെർഫോമൻസ് ഒക്കെ പഠിച്ചിട്ടില്ലേ ആ ഒരു ചാപ്റ്ററിൽ? 32 കീ പെർഫോമൻസ് എടുത്തതല്ലേ? എടുത്താണോ? ബാക്കി ആരും ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ടീച്ചറോട് ഞാൻ ചോദിക്കണോ എടുത്തില്ലേന്ന്? ഓക്കെ, എടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് 32 കാറ്റഗറി മീൻസ് കീ പെർഫോമൻസ് പറഞ്ഞതാണല്ലോ. ഓക്കെ, അപ്പൊ ഇനി കീ പെർഫോമൻസ് ഒക്കെ ഞാൻ ജസ്റ്റ് വായിച്ചാൽ മതിയല്ലോ. ഓൾറെഡി നല്ല രീതിയിൽ മിസ് ക്ലാസ് എടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിവുണ്ട്. ഓക്കെ, മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ അത്യാവശ്യം ടീച്ചർ എടുത്തോണ്ടാണ് ഞാൻ ചോദിച്ചത്. മിക്സ് നല്ല രീതിക്ക് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു അറിവൊക്കെ നിങ്ങൾക്ക് ഈ ഏരിയയിൽ ഉണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കുക. നാബിന്റെ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം ഒന്ന് പറയാം കേട്ടോ. The NAB stands are modernized every 4 years, and now the hospital puts to effect 5th edition standard April 2020. അല്ലെ? അതായത് നാബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അതായത് നാബിന്റെ അംഗീകാരം 4 വർഷം കൂടുമ്പോഴാണ് അത് പുതുക്കുന്നത്. അതായത് ഇപ്പൊ നമ്മള് ലൈസൻസ് ഒക്കെ എടുക്കുമ്പോൾ ലൈസൻസ് പുതുക്കൂലേ? ജീവിതകാലം മൊത്തം ആ ഒരു ലൈസൻസ് വെച്ചിട്ടാണോ അത് പുതുക്കണം? ഇത്ര വർഷം കഴിയുമ്പോൾ 15 വർഷമോ 20 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ലൈസൻസ് ഒക്കെ പുതുക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് നാബിന്റെ അംഗീകാരം 4 വർഷം കൂടുമ്പോഴാണ് പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിലവിലുള്ള ഏപ്രിൽ 2020 വന്നപ്പോൾ അതിന്റെ 5th എഡിഷൻ ആയിരുന്നു. അപ്പൊ ഇനി നെക്സ്റ്റ് വരുന്നത് എപ്പോഴായിരിക്കും? നെക്സ്റ്റ് എഡിഷൻ എപ്പോഴാണ്? 2020 ഇപ്പോ ലാസ്റ്റ് 5th എഡിഷൻ വരുന്നത്. അപ്പൊ 4 വർഷം കൂടുമ്പോ എന്ന് പറയുമ്പോ 4 വർഷം 20 ഇത് 21, 22, 23, 24 2024 വരും അല്ലെ? 4 വർഷം കൂടുമ്പോഴാണ് അടുത്തത് വരുന്നത്. ഓക്കെ, then focus on patient safety and quality of the delivery of services by hospital in a changing healthcare environment. പേഷ്യൻസിന് അവരുടെ സേഫ്റ്റി, പേഷ്യന്റ് രോഗികളുടെ സംരക്ഷണം, അതുപോലെ തന്നെ അവർക്ക് നൽകുന്നത് സർവീസുകൾ ക്വാളിറ്റി ഉണ്ടോ എന്നാണ് നമ്മളുടെ നാബ് വിലയിരുത്തുന്നത്. പേഷ്യന്റിന്റെ സുരക്ഷ അതുപോലെ ക്വാളിറ്റി ആയിട്ടുള്ള സർവീസ് പേഷ്യൻസിന് ലഭിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നു. NAB is given by an autonomous body established by government. അല്ലെ? NAB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓട്ടോണമസ് ബോഡിയാണ്, ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. ബൈ ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ known as QCI, Quality Council of India. അണ്ടർലൈൻ ചെയ്യാം, QCI, Quality Council of India, which is the standard making board in India. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ, അതായത് നോക്കാം, QCI എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ.
ഈ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡ് ഇൻ ഇന്ത്യ, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ് എന്താ QCI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഈ QCIയുടെ കീഴിൽ വരുന്നതാണ് നാബ്. ക്ലിയർ ആയോ? ഒന്ന് ഫ്ലോ ചാർട്ട് പോലെ ഒന്ന് സൈഡിലൊന്ന് എഴുതിയിടോ, സൈഡിലൊന്ന് എഴുതിയിടാ, ഞാൻ പറയുന്നത് പോലെ എഴുതിയെടുക്കാം കേട്ടോ. സെന്റൻസ് കുറച്ച് തിരിച്ച് കറക്റ്റ് പിടിച്ചാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഒന്ന് സൈഡിലൊന്ന് എഴുതിയിടാം. ഫസ്റ്റ് എഴുതാം സെൻട്രൽ ഗവൺമെന്റ് എന്ന് എഴുതാം. സെൻട്രൽ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് എഴുതിയോ? എന്നിട്ട് അതിന്റെ താഴോട്ട് ഒരു ആരോ വരക്കാം, ജസ്റ്റ് ഒരു ആരോ, താഴത്തേക്ക് ആരോ വരക്കാം. അടുത്തത് എഴുതാം QCI എന്ന് എഴുതാം. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ് QCI വരുന്നത്. QCI എഴുതിയോ? ദെൻ QCIന്റെ താഴോട്ട് ഒരു ആരോ വരക്കാം, എന്നിട്ട് നാബ് എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ QCI. ആ QCIയുടെ കീഴിൽ വരുന്നതാണ് നാബ് എന്ന് പറയുന്നത്. ക്ലിക്ക് ആയോ? ആരോ മാർക്ക് പഠിച്ചപ്പോ? ഓക്കെ, അപ്പൊ നാബിനെ കുറിച്ച് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ നാബിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതും ദെൻ അതുപോലെ തന്നെ നാബ് സ്റ്റാൻഡേർഡ്സുകളാണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എമിറ്റീസിന്റെ ക്ലാസ്സിൽ പേഷ്യൻസ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സുകൾ, അല്ലെങ്കിൽ ആ 32 മാത്രമാണോ പഠിച്ചത്? ഈ പോയിന്റ്സും ഇതും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അതില് സ്റ്റാൻഡേർഡുകൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ ഓക്കെ, അത് നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇപ്പൊ ടൈം ഇല്ലല്ലോ, സ്റ്റാർട്ട് ചെയ്താൽ അത് കണ്ടിന്യൂസ് കിട്ടില്ല. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും പഠിക്കാം. ഇനി നെക്സ്റ്റ് സെക്ഷനൊക്കെ നിങ്ങൾക്ക് കുറച്ചറിയാവുന്നതാണ്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാവും അല്ലെ. തുടക്കത്തിൽ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ മാത്രമേ ഉള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നന്നായിട്ട് വായിക്കാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കണം, എഫോർട്ട് എടുത്ത് വായിച്ചാൽ മാത്രമേ മനസ്സിലാകുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.